കോൺഗ്രസ് കൃഷ്ണപുരം സൗത്ത് മണ്ഡലം 11ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹൃദയം 2025 എന്ന പേരിൽ വിദ്യാഭ്യാസ മെറിറ്റ് അവാർഡ് വിതരണവും വിമുക്ത ഭടന്മാരെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കൃഷ്ണപുരം സൗത്ത് മണ്ഡലം 11ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹൃദയം 2025 എന്ന പേരിൽ വിദ്യാഭ്യാസ മെറിറ്റ് അവാർഡ് വിതരണവും വിമുക്ത ഭടന്മാരെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു. വാർഡ് പ്രസിഡന്റ് അഹമ്മദ് കുഞ്ഞ് ഇലഞ്ഞിയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ആ ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആ ചെറുപ്പക്കാരനെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം ആ ചെറുപ്പക്കാരന്റെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞത് ആ ചെറുപ്പക്കാരന്റെ വിദ്യാർത്ഥിയുടെ വയറ്റിനുള്ളിൽ കഴിഞ്ഞ 3 ദിവസമായി ഭക്ഷണത്തിന്റെ അല്ല ജലത്തിന്റെ പോലും അംശമില്ലായിരുന്നെന്നാണ്. സ്വന്തം സഹപാഠിയെ അവസാനത്തെ 3 ദിവസം ഒരിക്കൽ വെള്ളം പോലും കൊടുക്കാതെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുവാൻ കഴിയുന്ന മാനസികാവസ്ഥയിലേക്ക് ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ അറിയപ്പെട്ടിരിക്കുന്നു. കോട്ടയത്ത് നമ്മൾ കണ്ടു ഒരു നഴ്സിംഗ് കോളേജ്, ഗവൺമെന്റ് നഴ്സിംഗ് കോളേജാണ്. ആ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ തങ്ങളുടെ സഹപാഠിയെ റാഗിംഗ് എന്ന പേരിൽ അവന്റെ കാര്യം കൈയും കട്ടിലിൽ പിടിച്ചു കെട്ടിയതിനു ശേഷം അവന്റെ ശരീരമാസകലം കോമ്പസ് കൊണ്ട് വരയുകയാണ്. ആ കോമ്പസ് കൊണ്ട് വരഞ്ഞ് ആ വേദനയിൽ പിടയുമ്പോൾ അവന്റെ മുറിവിലേക്ക് ലോഷൻ ഒഴിച്ച് പച്ചവേദനയിൽ മുറിവിൽ ലോഷൻ ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയിൽ അവൻ നിലവിളിക്കുമ്പോൾ ആ നിലവിളി കേട്ട് ആസ്വദിക്കുന്നത് അവന്റെ സഹപാഠികളാണ്. ഞാൻ പറഞ്ഞു വന്നത് പൂക്കോട് വെറ്റിനറി കോളേജിലും കോട്ടയത്തെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലും ഒരു വിദ്യാർത്ഥി പോലും ശുപാർശയുടെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ ലഭ്യമാകുന്നത്. നീറ്റ് പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റ് ഇടം നേടി അഡ്മിഷൻ തരപ്പെടുത്തുന്നവരാണ് പൂക്കോട് വെറ്റിനറി കോളേജിൽ പഠിക്കുവാനായി പോകുന്നത്. ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ ലഭ്യമാകുന്ന കുട്ടികളാണ് അവിടെ എത്തപ്പെടുന്നത്. അപ്പൊ അത്തരം കുട്ടികളിൽ നിന്നും അല്ലെങ്കിൽ അത്തരം കുട്ടികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത വാർത്തകൾ പുറത്തു വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ഒരുപക്ഷെ ജീവിതത്തിൽ തിരിച്ചു വരാനാവാത്ത തരത്തിലുള്ള അപകടങ്ങളുടെ ഗർത്തങ്ങളിലേക്ക് അവർ പതിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ഇവിടെ നിങ്ങളെ ഇത്തരത്തിൽ അനുഭവിക്കുമ്പോൾ ആദരിക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ ഒരു നാടിന്റെ മുഴുവൻ പ്രതീക്ഷയാണ്. നിങ്ങളെപ്പോലെ പ്രതീക്ഷയെ കടന്നുപോയ കുട്ടികളാണ് ഇത്തരത്തിൽ അപകടത്തിലേക്ക് വീണുപോയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മുമ്പിൽ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് സാധ്യതകൾ നൽകുകയാണ്. ആ സാധ്യതകൾക്ക് മുമ്പിൽ തന്നെ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. ആ അപകടങ്ങളെ തിരിച്ചറിയുവാൻ കഴിയുന്ന തരത്തിലേക്ക് നിങ്ങൾ നിങ്ങളായി മാറുക, നിങ്ങൾ നിങ്ങളായി ജീവിക്കുക. വാർഡ് മെമ്പർ മഞ്ജു ജഗദീഷ് സ്വാഗതം പറഞ്ഞു. ആശാ വർക്കർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, മികച്ച കർഷകർ, നാവികസേനയിൽ ജോലി ലഭിച്ച അക്ഷര പ്രസാദ് എന്നിവരെയും ആദരിച്ചു. കായംകുളം സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി, കൃഷ്ണപുരം സൗത്ത് മണ്ഡലം പ്രസിഡന്റ് പത്മകുമാർ, കാപ്പൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CA അൻഷാദ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കൊട്ടിരേത്ത് എന്നിവർ മുഖ്യ അതിഥികളായി. DCC ഭാരവാഹികളായ S രാജേന്ദ്രൻ, തണ്ടളത്ത് മുരളി, ബ്ലോക്ക് ഭാരവാഹികളായ നവാസ് വലിയ വീട്ടിൽ, ഭരണിക്കാവ് രാജേഷ്, മോഹനൻ പിള്ള, ഷാജി കാവിൽ, ഷൈൻ ചെമ്പിശ്ശേരിൽ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷാനി കുരുമ്പോളിൽ, രാധാമണി രാജൻ, വൈസ് പ്രസിഡന്റ് ശ്രീലത ശശി, മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ചന്ദ്ര ഗോപിനാഥ്, ആശാരാജ്, സീനത്ത്, PS സോമൻ, സന്തോഷ് വയലിൽ, കോശി K ഡാനിയൽ, അബ്ദുൽ സലാം, നൌഷാദ്, ഷാനവാസ്, സഫേർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ജഗദീഷ് പ്രസാദ് നന്ദി പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.